ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഈവനിങ് വ്ളോഗാണ്. ഞാനും അമ്പടും കൂടിയാണ് കേട്ടോ. എൻ്റെ അമ്പടുൻ്റെ ഒരു കുട്ടി ഈവനിങ് വ്ളോഗ്. ഞാനും അമ്പടും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അത് വേറെ കാര്യം. അമ്മയൊക്കെ ജോലിക്ക് പോയിരിക്കുകയാണ്. ഇവിടെ ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാൻ. അമ്മ ജോലിക്ക് പോയി, അഗ്ഗി ജോലിക്ക് പോയി, പിന്നെ ടാട്ടനും അച്ഛനൊക്കെ ജോലിക്ക് പോയി. ചേച്ചി പിന്നെ ഇവിടെ ഇല്ലല്ലോ, ഡെലിവറി കഴിഞ്ഞ് ചേച്ചീൻ്റെ വീട്ടിലാണ്. അപ്പം ഇപ്പോൾ ഒരു 2:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ നേരം വൈകി, ഇന്ന് ചായ കുടിക്കലൊക്കെ നേരം വൈകിയിട്ടുണ്ട്. അപ്പം ഞാൻ അമ്പടൂന് ലേശം ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞു. നമ്മൾ കഴിച്ച് ഞാൻ കൈ കഴുകാൻ പോയതാണ് കേട്ടോ. അത് എന്നെ കാണാത്തത്. അമ്പടൂടെ ഇവിടെ എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നുണ്ട്. ഇനി അവന് കുറച്ച് കഴിഞ്ഞിട്ട് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ച്. കുറച്ചീച്ച ഉണ്ട് കൊടുക്കൽ. ഓവർ വയറ് നിറച്ച് കൊടുക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാവില്ല, നമുക്കതിലും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവന് ലേശം ഫുഡൊക്കെ കൊടുത്ത് അതിൽ ഫുള്ള് വെള്ളവും കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രൗസറും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കണം. പാത്രമൊക്കെ കഴുകണം. എല്ലാം പ്രത്യേകിച്ച് പണി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ചെറിയൊരിതാണ്. ഞാൻ കുറേ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. വലിയ എന്താണെന്ന് എനിക്കറിയില്ല, അതിനനുസരിച്ചുള്ളൊരു മൂഡ് ഉണ്ടാവില്ല, അതാണ് സംഭവം. അപ്പോൾ ഇനിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവരണം ഞാൻ എപ്പോഴും പറയലുണ്ട്, പക്ഷെ കഴിയാഞ്ഞിട്ടാണ്. പരമാവധി ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം ഇവിടെ ആരുമില്ല ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇനിയിപ്പം നമ്മൾ കഴിച്ച പാത്രം കാര്യങ്ങളൊക്കെ കഴുകി വയ്ക്കുക. പിന്നെ ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇരിക്കുക, അമ്മേനെ വിളിക്കുക, സംസാരിക്കുക, ചേച്ചീനെ വിളിക്കുക, സംസാരിക്കുക, ഇങ്ങനെ ഫോണിൽ കളിക്കുക, അമ്പുണ്ട് ഫുഡ് കൊടുക്കുക, ഞാൻ ഫുഡ് കഴിക്കുക. അതൊക്കെ തന്നെയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളെ ഹോബീസ്. പിന്നെ കിടന്നുറങ്ങുക, അതൊക്കെയാണ് നമ്മളെ പണികൾ കേട്ടോ. പ്രത്യേകിച്ച് പണി എന്ന് പറയാമെന്നില്ല, വെറുതെ ഇരിക്കുക തന്നെയാണ്. ഇങ്ങനെ ഉള്ള പണികൾ തന്നെ പപ്പാണ്ട് കഴിയും പണികളൊക്കെ. അപ്പം കുറേ ഭാരമായിട്ട് പണി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ കഴിച്ച പാത്രങ്ങളൊക്കെ ആയിട്ട് മുട്ട പൊരിച്ചിരുന്നു കേട്ടോ. നമുക്കിന്ന് ചക്കക്കുരു മുരിങ്ങക്കായൻ്റെ തേങ്ങ അരച്ച കറിയായിരുന്നു. എനിക്ക് അയില, നമ്മളവിടെ കണ്ണൻ അയില എന്നാണ് പറയുക, വലിയ കണ്ണുള്ള അയില, അത് കണ്ണൻ അയില എന്നാണ് പറയുക. അത് പൊരിച്ചതുമായിരുന്നു. പിന്നെ അമ്പളൂന് കോഴിമുട്ടയും പൊരിച്ചിട്ടോ. അപ്പം മുട്ട പൊരിച്ചെടുത്തപ്പോൾ മുട്ട ഇഷ്ടമാണ്, അപ്പോൾ കഴിച്ചോളും. അവർക്കിപ്പോൾ ഇഷ്ടമുള്ള ഫുഡുകളാണ് കൊടുക്കേണ്ടത്. അതെന്ന് പറഞ്ഞിട്ട് നമ്മളെ രീതിക്കും കൊണ്ടുവരണം കേട്ടോ. ഫുള്ള് നമ്മൾ അങ്ങനത്തെ ഫുഡുകളൊന്നും മാത്രം കൊടുക്കാൻ പറ്റില്ല. അവർക്കിപ്പം നല്ല ഭക്ഷണം കഴിക്കേണ്ടതൊക്കെ ഒരു പ്രായമാണ്. നമ്മളെ ഇങ്ങനെയായി മെലിഞ്ഞ് കൊള്ളിയായി. അപ്പം അവരെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ സമയം ഒരു 3:30 ആയിട്ടുണ്ട്, 3:15 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല വെയിലാണ്. ഈ 3:15 ആയിട്ടും വെയിലിനൊരു കുറവുമില്ല. നമ്മളെ സിറ്റ് ഔട്ടിലേക്ക് നല്ല വെയിൽ ഉദിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. പിന്നെ പുറത്തേക്ക് നമ്മൾ ഇന്നലെ ഒരു പാമ്പിനെ കണ്ടിരുന്നു. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ സാധാ പാമ്പ്, പെട്ടെന്ന് പോണ പാമ്പുമല്ല. ഇവിടെ എന്തോ വെള്ളിക്കെട്ടോ അങ്ങനെ എന്തോ ആണ് ഏട്ടൻ പറഞ്ഞത്. അത് നമ്മൾ ഇന്നലെ രാത്രി സിനിമയ്ക്ക് പോയി വരുമ്പോഴാണ് കണ്ടത് റോട്ടിൽ നിന്ന്. അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടി. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് കള്ളന്മാരെ കാര്യങ്ങളും ഒക്കെ കേട്ടു, കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കേട്ടു. അതൊക്കെ എനിക്ക് ഭയങ്കര പേടി. അപ്പോൾ ഞാൻ അവൻ്റെ പിന്നാലെ നടന്നുകൊണ്ടേയിരിക്കും. അവനെ ഒറ്റയ്ക്കാക്കി ഇങ്ങനെ പോകുന്നില്ല. ഇപ്പോൾ അതാ പുറത്ത് അതിന് ഡ്രസ്സൊക്കെ കഴുകിയിട്ടിരുന്നു, അതൊക്കെ എടുക്കുകയാണ് കേട്ടോ, ഉണങ്ങിയതൊക്കെ. അമ്പടിപ്പോൾ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. ആ തക്കത്തിൽ ഞാൻ വേഗം ഞാൻ ഇറങ്ങുന്നത് കണ്ട അപ്പം അവൻ ഇറങ്ങേണ്ടി വരും. അപ്പം അതിൻ്റെ മുന്നേ വേഗം തിരുമ്പിയതും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഉള്ളത് മടക്കാമല്ലോ, എന്നാലും വേണ്ടില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടി എനിക്കിപ്പോൾ. കുട്ടിയല്ലേ, ചെറുതല്ലേ. നമ്മൾ എത്ര കണ്ണെടുത്ത് നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അബദ്ധങ്ങൾ പറ്റും. അപ്പം എനിക്ക് പേടിയാണ്. അമ്പടിൻ്റെ ടെഡി ബിയറും അമ്പടും മൂത്രം എന്തോ ആയതെന്തോ ആണ് സംഭവം. അപ്പോൾ ഞാനതൊക്കെ കഴുകിയിട്ട് വെയിലത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, കുറച്ചും കൂടി ഒന്ന് ഉണങ്ങാനുണ്ട്. അപ്പോൾ അവിടെ തന്നെ വെച്ച് വെയിലത്ത്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്ത് ഉണക്കാട്ടിയിരുന്നു, അത് എടുക്കുകയാണ്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഏട്ടൻ വരും, അമ്മ വരും, ടാട്ടൻ വരും, അച്ഛൻ പിന്നെ രാത്രിയാണ് കേട്ടോ വരിക. അപ്പം ഇനി ഇതൊക്കെ മടക്കി വയ്ക്കുക. പിന്നെ എനിക്ക് കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും. അപ്പം ഒന്നും കൂടി സെറ്റാവില്ല. അമ്പടുണ്ടായതുകൊണ്ട് അവൻ്റെ കാര്യം നോക്കണ്ട. അപ്പം അതിനനുസരിച്ചുള്ള സ്ഥലമാണ് ഞാൻ നോക്കുന്നത്. പിന്നെ സാലറി സെറ്റാവില്ല, അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ നമ്മളിനി ഇതൊക്കെ ശരിയാവുമായിരിക്കും. കുറേ ടെൻഷനാണ്. ഇനി എന്ത് ടെൻഷനാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ലൈഫാകുമ്പോൾ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് സംഭവം. ഒക്കെ റെഡി ആയിക്കോളും. അങ്ങനെ വിചാരിച്ച് നടക്കുക, അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ലല്ലോ.
അപ്പോൾ തിരുമ്പിയതൊക്കെ എടുത്ത് വെച്ച് ഇനി ഇതൊക്കെ മടക്കി വയ്ക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. എനിക്ക് മടക്കി വയ്ക്കാൻ നല്ല ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ നല്ലോണം മടക്കി സെറ്റാക്കണ ആളായിരുന്നു. ഇപ്പം എനിക്ക് മടക്കി മതിയായി. ഇപ്പം എനിക്ക് മതിയായി മടക്കി എന്താ ചെയ്യുക. അപ്പോൾ ഇനി കുറച്ചടിച്ച് വരാനുണ്ട്. അല്ലാണ്ട് എവിടെ നിന്നാലും അല്ലാണ്ട് എൻ്റെ വീട്ടിൽ വന്നാലും നല്ല ചണ്ടി ഉണ്ടാവും. മണ്ണാകുമ്പോൾ കുഞ്ഞു ഇലകളും കാര്യങ്ങളൊക്കെ വീഴും. ഇവിടെ തന്നെ വലിയ മരങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെ മുറ്റത്തേക്ക് വീഴണ മരങ്ങൾ അടുപ്പിച്ചുള്ള മരങ്ങളൊന്നുമില്ല. അതാണ് സംഭവം. പിന്നെ നമ്മളിവിടെ ഫ്രണ്ടിലുള്ള പ്ലാവുണ്ട്. ആ പ്ലാവിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ച് വാരി അത് കുറച്ചുള്ളൂ, എന്നാലും നമ്മൾ വൃത്തിയോടെ കൊണ്ടു നടക്കണ്ടേ എന്ത് സംഭവമായാലും. അപ്പോൾ അടിച്ചിടലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഫ്രണ്ടിലുള്ള 2-3 ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെയിലായതുകൊണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കണം. അപ്പം അല്ലാണ്ടൊന്നുമില്ല, കുറച്ചുള്ളൂ. ഇവിടെ എനിക്ക് ചെടി ഉണ്ടാക്കാൻ ഭയങ്കര പേടിയാണ്. നമ്മളെ സാധാ മണ്ണ് പോലെയല്ലല്ലോ, ഇവിടെ മറ്റേ ചരലല്ലേ. അപ്പോൾ എനിക്കിങ്ങനെ കൊത്തുമ്പോഴൊക്കെ ഭയങ്കര വേദന, ഒരു എന്തോ പേടിയാണ്. കൊത്താനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ചെടി കാര്യങ്ങളൊന്നും കുഴിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടിയും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ട് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കുകയല്ല. അമ്മ അത് വൈകുന്നേരത്തേക്ക് കറി ഉണ്ടാക്കാൻ കുറച്ച് മീനും കുറച്ച് മുളക് തേച്ച് പൊരിക്കാനുള്ള മീനും എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാനെടുത്ത് വേഗം പൊരിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ, അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് ഫ്രീ ആയി ഇരിക്കാമല്ലോ, പണി കഴിഞ്ഞ് വരുന്നതല്ലേ. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് തന്നെ പൊരിച്ച മീൻ എടുക്കാമെന്ന് വിചാരിച്ച്. പൊരിച്ച മീൻ തരണം, പൊരിച്ച മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അമ്മ മുളക് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് വേഗം ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളിതാ പാനെടുത്ത് പൊരിക്കാൻ പോവാണ് കേട്ടോ. പാൻ എന്നൊക്കെ പറഞ്ഞാൽ തലേത്തെ പാനാണ് ഉദ്ദേശിക്കുന്നത്, ഫ്രൈ പാനാണ് കേട്ടോ. ഓക്കെ, അതെടുത്ത് കത്തിച്ച് ഇനി പൊരിക്കലാണ് വലിയൊരു സംഭവം. പൊരിച്ച് കഴിഞ്ഞാൽ കുറച്ച് പണികൾക്ക് ഇങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ ഒരു സമാധാനമാണല്ലോ. പൊരിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ് സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കാം. എനിക്ക് അങ്ങനെയാണല്ലോ, അങ്ങനെ കുറേ പണി ഇങ്ങനെ കൂട്ടിയിടുന്നതൊക്കെ ഇഷ്ടമല്ല കേട്ടോ. എന്ത് സംഭവമായാലും വേഗം തീർക്കണം, അങ്ങനത്തെയൊക്കെ ഒരു സംഭവമാണ്. അമ്പളൂന് അവിടെ പാട്ടിട്ട് കൊടുത്തിരുന്നിട്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു സംഭവങ്ങളാണ്. ചിലപ്പം ഒറ്റയ്ക്ക് വർത്താനം പറയുക, പാട്ടാണെന്ന് വിചാരിക്കേണ്ട, പക്ഷേ ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, വേറെ ആരുമില്ല. ഞാൻ അമ്പളൂനോട് ഇങ്ങനെ വർത്താനം പറയും. പിന്നെ അമ്പളൂ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവും ഇങ്ങനത്തെയൊക്കെ ഓരോ തെയ്യങ്കളി. എന്താ ചെയ്യുക, ആരും കണ്ട് പേടിക്കണ്ട കേട്ടോ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്കുള്ള സംഭവങ്ങളാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അമ്പടൂനോട് കാർത്തൂട്ട് കൊടുത്തത്. അപ്പോൾ കാർത്തൂൻ്റെ ഇടയിലും കുറേ പാട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പം അതൊക്കെ ഇങ്ങനെ ഞാനും ആസ്വദിക്കുകയാണ്, ഇടയ്ക്ക് ഇങ്ങനെ പാടും. പിന്നെ നമ്മളെ വീട്ടിന് തൊട്ടടുത്തുള്ള ഇവിടുത്തെ അച്ചമ്മ ഉണ്ട്, ഞങ്ങളൊക്കെ ഇവിടെ ജാനുവരുത്തി എന്ന് പറയാം. അവരും വരും, അവരായിട്ട് സംസാരിച്ചിങ്ങനെ ഇരിക്കും. അതൊക്കെയാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ സംഭവങ്ങൾ. വേറെ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്ക് ഇരിക്കില്ലേ. അപ്പം ഇടയ്ക്ക് അത് വന്ന് അതിനോട് സംസാരിച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ കുറേ ഒരു സമാധാനം കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ അതിങ്ങനെ പറയും, ഞാൻ അതിനോട് ഇങ്ങനെ ഒരു വർത്തമാനം പറയും, അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ചോദിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഈ ടീഷർട്ട് നമ്മളെ ഇതിൻ്റെ ഒരു ബോട്ടിക്കിലുള്ളതായിരുന്നു കഴിഞ്ഞിട്ടോ ഈ ടീഷർട്ട് കാര്യങ്ങൾ. ഇനി 2 ഉണ്ട്. വേണ്ടവർ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം, അടിപൊളി ടീഷർട്ടാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റ ID ഇതിൽ പോസ്റ്റ് ചെയ്യാം, അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അമ്മയും മോനും ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഇഷ്ടമാണ് കേട്ടോ. നമ്മളിങ്ങനെ കുട്ടികളെങ്ങനെ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുക ആണ് ചെയ്യരുത്. അവർക്ക് ദേഷ്യപ്പെടുന്ന പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. എന്നാലും അവരങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അത് തൊടരുതെന്ന് പറഞ്ഞാൽ തൊടാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിന് പറയണം. കൈ പൊള്ളുമെന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാവണം, കൈ തൊടരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അല്ലാണ്ട് ഇങ്ങനെ നല്ലോണം ചീത്ത പറയുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ ഇതാൻ പറഞ്ഞില്ല, മുരിങ്ങക്കായും ചക്കക്കുരും കറി വെച്ചിട്ട് നമ്മൾ ചട്ടിയിലാണ് കേട്ടോ കറി വയ്ക്കൽ. അപ്പം ആ ചട്ടിയിൽ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പം അത് വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ട് കുഞ്ഞി ചട്ടിയാണ്, അപ്പോൾ അതിൽ കുറച്ച് കറി മതി. അപ്പം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചട്ടി കഴുകി വെച്ച് ഞാൻ അതിൽ മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തക്കാളിയും 4 പച്ചമുളകും നമ്മളെ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ മുളക് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് സ്വതവ മുളകിട്ട കറി ഇഷ്ടമല്ല. ഇവിടെ അധികം മുളകിട്ട കറിയാണ് ഉണ്ടാക്കൽ. പിന്നെ അമ്മ എനിക്ക് ഇടയ്ക്ക് തേങ്ങ അരച്ച് കറി ഉണ്ടാക്കി തരും. അപ്പോൾ അതാ പുളി വെള്ളത്തിലിടുക. പിന്നെ ഞാനത് 2 തക്കാളിയും 3-4 പച്ചമുളക് എടുത്തുകൊണ്ട് വന്നിരുന്നു. നമ്മൾ ആദ്യം ഒരു വെള്ളം കൊണ്ട് കഴുകുക, എന്നിട്ട് നല്ല വെള്ളം എടുത്ത് വെച്ചിട്ട് അങ്ങനെ കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ട് പുളിന്ന്
പിടിക്കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞില്ല അവിടുത്തെ അച്ഛമ്മ വന്നിട്ടുണ്ട്, അതവിടെ ചേറിട്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുക കേട്ടോ. അതവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയും. ഇവിടെ കയറാൻ പറഞ്ഞാലൊന്നും അത് കയറിയില്ല, അത് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അതിനോട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയുകയാണ്, നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങളിങ്ങനെ പറയണം, ഇതായിരുന്നു മീൻ കിട്ടി അങ്ങനത്തെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയും. അല്ലാണ്ട് സമയം പോകണ്ടേ. അപ്പോൾ ഞാൻ 2 തക്കാളിയും പച്ചമുളകും, കറി ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ളതിലേക്ക് പുളി എടുക്കുക, എന്നൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൽ വെക്കുക. എന്നിട്ട് അത് കുതിരാൻ നേരം വയ്ക്കുക. നമ്മൾ ആ സമയത്ത് നമ്മൾ ചട്ടിക്ക് 2 തക്കാളി, ആവശ്യമുള്ള നിങ്ങൾക്ക് എത്രയാണ് തക്കാളി വേണ്ട തക്കാളി. പുളി കൂടും കേട്ടോ, പുളി കുറയ്ക്കണം, പുളി നോക്കണം, തക്കാളി നോക്കണം. ഇപ്പം പുളി കൂടുതൽ കുറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി 1 എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പുളി കുറച്ചെടുത്തിട്ടുള്ളൂ. തക്കാളി 2 തക്കാളി അതിലേക്ക് ഇട്ടിട്ട് 3-4 പച്ചമുളക് ചീന്തിയിട്ട് അതിലേക്ക് പൊടികളാണ് ഇടാൻ പോകുന്നത് കേട്ടോ. പച്ചമുളക് ചീന്തിട്ടതിന് ശേഷം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ മസാലപ്പൊടി ഇടുക, മുളക് പൊടി ആവശ്യത്തിനുള്ള, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇടുക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കല്ലുപ്പാണ് കേട്ടോ ഞാനിട്ടത്. അപ്പോൾ അതിനോട് ഇങ്ങനെ വർത്താനം പറയാൻ കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറയുന്നത് മനസ്സിലാവുന്നു. അപ്പം പുളി നമ്മൾ വെള്ളത്തിലിട്ട പുളി കഴുകി നല്ലോണം പിഞ്ഞ് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ കൈ നല്ല കഴുകിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യൽ. ചിലവർ സ്പൂണിട്ട് ഉടയ്ക്കണവരുണ്ട്. നമ്മൾ ആ തക്കാളി ഉണ്ടല്ലോ, അത് നമ്മൾ കൈയിട്ട് നല്ലോണം ഒന്നിങ്ങനെ ഞൊണ്ടിയിട്ട് അതവിടെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ മീൻ പൊരിച്ചത് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മീനൊന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനോട് ഇങ്ങനെ വർത്താനം പറയണം. അതിൻ്റെ ഇടയിൽ അമ്പട് പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് മീനത് രാവിലെ പൊരിച്ച് 2 ഉണ്ടായിരുന്നു മീൻ. അപ്പം അതിന്ന് മീനെടുത്ത് ഇതിലേക്ക് ആക്കി, പാനത്തെ മീനെടുത്ത് നമ്മൾ അതിലേക്കാക്കി മൂടി വെച്ച്, ഇനി അടുത്തത് നമ്മൾ ചട്ടി വെച്ചിട്ട് ഇനി അത് തിളയ്ക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. നല്ലോണം തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് മീനിടുക. അത് കഴിഞ്ഞ് മീൻ ഇതായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, അതിക്ക് നമ്മൾ ചെറിയ ഉള്ളി വറവിടുക. നമ്മൾ വെളിച്ചെണ്ണയിൽ വറവിട്ട് അതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. കറിവേപ്പില ഇടുക. നമ്മൾ കറി സെറ്റാവും. കുറച്ച് വീഡിയോക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്ന് ഏട്ടന് ചോറ് കൊടുത്തു. ഏട്ടതാ അമ്പടൂനായിട്ട് കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ തക്കത്തിനിതാ ഇനി അടുത്ത തിരുമ്പിയത് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്ക് സമയം ഒരുപാടായിട്ടോ. പിന്നെ അമ്മേനായിട്ട് വർത്താനം പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളെ മാമൻ്റെ വീട്ടിലത്തെ ഒരു ഏട്ടാട്ടൻ വന്നു. അപ്പോൾ അവനായിട്ടൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. സമയം ഒരുപാടായി. അപ്പോൾ ഞാൻ ഏട്ടൻ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ വേഗം ബെഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ്. ഹലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. കുട്ടി വ്ളോഗാണ്. കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. അപ്പം എല്ലാവരും കയറി നമ്മളെ ഇന്നത്തെ വീഡിയോ കാണാം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു കുട്ടി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാനും അമ്പടും മാത്രമുള്ള ഒരു കുട്ടി ഈവനിങ് വ്ളോഗാണ്. നമുക്ക് വീഡിയോസൊക്കെ സെറ്റാക്കി കൊണ്ടുവരണം. ഓക്കെ, ബൈ.